അനുഭവിക്കേണ്ടത് വർദ്ധിക്കണമെന്ന് ചില ദുരുപദേശം എഴുതിയെന്നും പറയുന്നു. പക്ഷെ നിങ്ങൾ അത് സ്തോത്രത്തോട് അനുഭവിച്ചാൽ അതിന്റെ പിന്നിൽ എത്ര വലിയ കയ്പുണ്ടെങ്കിലും, അതിന്റെ പിന്നിൽ എത്ര വിഷാംശമുണ്ടെങ്കിലും നിങ്ങളുടെ സ്തോത്രത്തിന് മുൻപിൽ അത് ശുദ്ധീകരിക്കപ്പെടും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രത്തിന് മുൻപിൽ അത് ശുദ്ധീകരിക്കപ്പെടുമെങ്കിൽ അതിനേക്കാളും എത്രയധികം അത്ഭുതം നമ്മുടെ ഓരോ വിഷയങ്ങളും പ്രവർത്തിക്കും. ഞാൻ വചനത്തിലേക്ക് വരട്ടെ. സമയം വളരെ പോയി. വളരെ പ്രാർത്ഥിക്കുകയും വളരെ ആത്മാർത്ഥമായി ഈ വേദിയെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇത് നമ്മുടെ സമയം കളയാനുള്ളതോ വ്യർത്ഥമായി കാണാനുള്ളതോ ഒന്നല്ല. ഇത് ദൈവവചനം ശുശ്രൂഷിക്കാനുള്ളതാണ്. ഇത് തേജസ്സിന്റെ വേദിയാണെന്നാണ് ഞാൻ കാണുന്നത്. നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കുക. റോമാലേഖനത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും വരാം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തിയോടുകൂടെ നമ്മുടെ നടുവിൽ പരിവർത്തിക്കുന്നത് നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതേ അനുഭവം ദൈവവചന ശുശ്രൂഷയിലും നമ്മുടെ മധ്യം ഉണ്ടാകട്ടെ. ഇന്ന് പാട്ട് പാടിയതും ദൈവവചനം ശുശ്രൂഷയിലും ഒക്കെ ഓർത്താൽ ഇവിടുത്തെ ഇന്നത്തെ ദൈവത്തിന്റെ ആത്മാവിന്റെ തീമ വിശ്വാസത്തെ കുറിച്ചായിരുന്നു. സാക്ഷികളും കർത്തൃദാസന്മാരെല്ലാം ആ ഒരു തീമിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവന്നു. അതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ചിന്തകൾ ദൈവസ്ഥലിൽ വെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വളരെ പ്രാർത്ഥിക്കുക. എന്റെ പേര് അനിയകുഞ്ഞ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ബന്ധത്തിൽ പൂനായിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കുന്ന PM ചെറിയൻ പാസ്റ്ററുടെ ഞാൻ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ സഭയിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു. കർത്താവായിരിക്കുന്നിടത്ത് ദൈവം ശുശ്രൂഷിക്കുന്നു. എന്റെ കുടുംബവും 2 കുഞ്ഞുങ്ങളും പൂനെയിലായിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ സ്വദേശം നിലമ്പൂർ ചുങ്കത്ര. എന്റെ റിലേഷനിൽപ്പെട്ട സഹോദരൻ എവിടെ ഇരിപ്പുണ്ട്? എടക്കര. ഞാൻ ചുങ്കത്രയിലാണ്. ചുങ്കത്ര IPCയിൽ ജനിച്ചു വളർന്നു. വളരെ പ്രാർത്ഥനയോട് ഉണ്ടായിരിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ദൈവവചനം. എത്രാം അധ്യായം? എത്രാം അധ്യായം? അതിന്റെ 11-ാം വാക്യം. നമ്മൾ എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്, കാണാനറിയുന്ന വാക്യമാണ്. അതിന്റെ 11-ാം വാക്യം വായിക്കും. നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഉണ്ടോ? സ്തോത്രം. യേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, അടുത്തത് ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് ജീവിക്ക് ഉറപ്പുള്ളവർക്കായി സ്തോത്രം. സ്തോത്രം. നമ്മള് ഇന്നുവരെയും ചില കേട്ടിട്ടുണ്ടെങ്കിലും മരിച്ചവർ ഉയർക്കുന്ന കണ്ടവർ എത്ര പേരുണ്ട്? മരിച്ചവർ ഉയർക്കുന്നവർ ആരുമില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ കേട്ടവർക്കായി സ്തോത്രം. പലരും മരണത്തിലൂടെ കടന്നുപോയി. രണ്ടാമത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർത്തെഴുന്ന വേദപുസ്തകം നമുക്ക് അതിന് നല്ല സാക്ഷ്യം തരുന്നുണ്ട്. അതൊന്നും ഇന്ന് വിവരിക്കുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ മരണത്തിൽ നിന്ന് നമ്മെ ഉയർപ്പിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ മറ്റൊരു വിശ്വാസം നമുക്കുണ്ട്. ഇതേ അവസ്ഥയിൽ തന്നെ വേറൊരു വിശ്വാസം, യേശു ക്രിസ്തു 2000 വർഷത്തിന് മുൻപേ മാനവജാതിക്ക് വേണ്ടി അവൻ പാപപരിഹാരമായെന്ന് നാം വിശ്വസിച്ചപ്പോൾ നമ്മുടെ പാപം മായപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ ആരും മാത്രം പിടിച്ചിരിക്കരുത്. ദൈവത്തിന്റെ വചനം ഒരുപക്ഷെ എന്നെക്കാളും നിങ്ങൾ കൂടുതൽ അറിവുണ്ടായിരിക്കാം. അതൊന്നും നമുക്കിവിടെ ഒരു വിഷയമാക്കേണ്ട ആവശ്യമില്ല. നിശ്ചയമായും ആത്മാവിന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കും. എന്തോ ഇനി ഗോലിയാത്തും കല്ലും വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ പ്രസംഗിക്കാം. ചിലർക്ക് അത് കേട്ടാലേ എത്തിയത്തുള്ളൂ. കുഞ്ഞ് നിന്റെ കണ്ണുനീര് കണ്ടു കേട്ടു ഇതെന്നൊക്കെ പറയും. ദൈവവചനത്തിന്റെ അകത്ത് നാം നിലനിൽക്കാതിരുന്നാൽ, ദൈവവചനം ശക്തിയോടെ നിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കാതിരുന്നാൽ എന്തായി കുരുങ്ങിപ്പോകുന്നതെന്നറിയാം. ഇന്ന് ലോട്ടറിക്കാർ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. ലോട്ടറിക്കാർ
ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇതാ വരുന്നു എന്ന് പറയുന്ന അനേകർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പുറകെ പോയാൽ നിന്റെ പ്രശ്നത്തിന് മുൻപിൽ മാത്രമല്ല, കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ നീ കൈവിടപ്പെട്ടു പോകും. സ്വതം വ്യക്തമായി നമ്മളെ ദൈവവചനത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഈ 8-ാം അധ്യായം തന്നെ ഈ റോമ ലേഖനത്തിലെ ഏറ്റവും ശക്തമായ ഒരു അധ്യായമാണ് 8-ാം അധ്യായം. കാരണം അതിന്റെ അകത്ത് നമ്മളൊക്കെ ജീവനുള്ളവരും ദൈവത്തെ പോലെ ചിന്തിക്കുന്നവരും ആരാധന ബോധമുള്ളവർ നീതിബോധമുള്ളവരൊക്കെ ആണെങ്കിലും ഈ ഭൂമിക്ക് എന്തറിയാം, നമ്മൾ പറയും. പക്ഷെ ആ ഭൂമി പോലും കേട്ടോ, ആ ഭൂമി പോലും അറിയാതെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, തന്റെ ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വം പ്രാപിക്കുവാൻ. ആ ഭൂമിക്ക് അത്രയും കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ആ ഭൂമിക്ക് അത്രയും പ്രത്യാശ ഉണ്ടെങ്കിൽ, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് അനുഭവിച്ചറിഞ്ഞ നിനക്ക് എത്രമാത്രം ശക്തിയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണമേ. വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ ഇവിടെ നാം ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. നാം ദൈവമക്കളും നമ്മളെ പഠിപ്പിക്കുന്ന ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ ആരാ? ദൈവമക്കളെന്ന് പഠിപ്പിക്കുന്നു. കുറച്ചുകൂടെ താഴോട്ട് വായിച്ചാൽ അവകാശികൾ, കൂട്ടവകാശികൾ എന്നൊക്കെ തസ്തികയിൽ നമ്മൾ വരികയാണ്. എന്നാൽ അതിന് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, നമുക്ക് വിശ്വസിക്കേണ്ടതും അനുഭവിക്കേണ്ടതായ ഒരു കാര്യമാണ്, മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മൾ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. ഇനി അവിടുത്തെ ഒരു കാര്യം പറയാനാണ് ഞാൻ വരുന്നത്. ഇപ്പോ നമ്മൾ വ്യാപരിക്കുന്ന, നമ്മൾ ആഴമായി വിശ്വസിച്ചു പാപം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല വേദനകളുടെയും കാരണം എന്തായിരുന്നു? പാപമായിരുന്നു. രോഗം വന്നത് പാപത്താലാണ്. ആദിയും വ്യാധിയും ദാരിദ്ര്യവും നിരാശയും വന്നത് പാപത്താല. പാപത്തിന്റെ ശമ്പളമായിരുന്നു മരണം. ആണോ? സ്വതം ന്യായപ്രമാണത്തിന്റെ സകല ശിക്ഷയ്ക്കും നമ്മൾ അർഹതപ്പെട്ടവരായിരുന്നു. ന്യായപ്രമാണം നമ്മളെ കഠിനമായി ശിക്ഷിക്കുവാൻ ആഘോഷിക്കുന്നു. കാരണം അതിന്റെ ഉദാഹരണങ്ങൾ കേട്ടോ. യോഹന്നാൻ സുവിശേഷം നമ്മൾ പഠിച്ച ഒരു പാപിനിയായ സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട്. ഉണ്ടോ? സ്വതം തൊണ്ടി സകലം പിടിച്ചോണ്ട് വന്നതാ. അവളെ ഉപയോഗിച്ച സകല വ്യക്തികളും ആ കൂട്ടത്തിലുണ്ട്. ന്യായപ്രമാണത്തിന്റെ ശക്തികൾ, പരീക്ഷന്മാരും ശാസ്ത്രന്മാരും അവളെ പിടിച്ചുകൊണ്ടുവന്ന് ന്യായപ്രമാണത്തെയും സൃഷ്ടിച്ച കർത്താവിന്റെ മുൻപിൽ അവളെ നിർത്തുമ്പോൾ അവരെല്ലാവരും ആഘോഷിച്ചു പറഞ്ഞു, ഇവൾ പാപം ചെയ്തു. ഈ കർത്താവിനോട് കണ്ണടച്ച് കളയാൻ കഴിയത്തില്ല. ഇവർ പറയാതെ തന്നെ ഇവൾ പാപിയാണെന്നും ഇവൾ അങ്ങനെ ജീവിക്കുന്നവളാണെന്നും യേശുവിന് എന്ത് ചെയ്യാം? അറിയാം. യാതൊരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് യേശു അവിടെ ചെയ്തത്. അവരോട് യേശുവിനോട് അവർ പറയുകയാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് ഇവളെ എന്ത് ചെയ്യണം? ന്യായപ്രമാണം അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് അവളെ കല്ലെറിഞ്ഞ് എന്ത് ചെയ്യണം? കൊല്ലാൻ വിധിക്കപ്പെട്ടവൻ. പാപത്തിന്റെ ശക്തി അവളിൽ വ്യാപരിക്കപ്പെട്ടപ്പോൾ, മരണം അവളെ വിധിയെഴുതിയപ്പോൾ, ന്യായപ്രമാണം ഇവൾ ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആ ശിക്ഷ മുഴുവനും യേശു തന്റെ മേൽ ചുമന്നു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അവൾക്ക് എന്ത് ശിക്ഷ ന്യായപ്രമാണം വിധിച്ചോ, അവളെ ഏത് തരത്തിൽ കുറ്റപ്പെടുത്തിയോ, ഏത് മരണത്തിന് അവളെ വിധിക്കപ്പെട്ടോ, അതെല്ലാം യേശു തന്റെ മേൽ ചുമന്നു. ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. അവൻ 2 കൈയും നിവർത്ത് മരിക്കാൻ കേൾക്കുമ്പോൾ ഞാൻ കണ്ടത് അവിടെ ഒരു കാഴ്ചയുണ്ട്. സ്വർഗസ്ഥനായ പിതാവിന്റെ കൈയും നഷ്ടപ്പെട്ട മാനവജാതിയുടെ കൈയും തമ്മിൽ തന്റെ ശിക്ഷകളാൽ, തന്റെ യാഗത്താൽ ഒരുമിച്ച് എന്തിനറിയാമോ? കൂട്ടിയോജിപ്പിച്ചു യേശു. ലേഖനം പഠിച്ചു നോക്കുക. അവൻ ഇരുപക്ഷത്തെയും കേട്ടോ, ഇരുപക്ഷത്തെ മാത്രമല്ല ആരോട് നിലപിച്ചെന്നറിയാമോ? യഹൂദനെന്നില്ല, യവനെന്നില്ല, സകല ജാതികളെ അവൻ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ശത്രുക്കളായി വിധിക്കപ്പെട്ട, ഭാവികളായി വിധിക്കപ്പെട്ട, സ്നേഹം അറിയാതെ വിധിക്കപ്പെട്ട, ശാപത്തിനും മരണവും നിന്റെ മേൽ ചേർവാഴ്ച നടത്തിയപ്പോൾ നിന്നെ എടുത്ത് എന്റെ പിതാവിന്റെ കൈയോട് ചേർത്തണങ്ങിയായിരുന്നു കാൽവരിയിലോട്ട്. എന്ന് മകൾക്കാണ് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സ്വപ്നം ചെയ്യുക. ക്രൂശിലാണ് നിന്റെ പാപം മാറിയത്, ക്രൂശിലാണ് നിന്റെ മരണം നീങ്ങിയത്, ക്രൂശിലാണ് നിന്റെ വേദനകൾ മാറുന്നത്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സ്വപ്നം ചെയ്യുക. സ്വന്തം നാം അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്,
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നാം ശത്രുക്കളായിരുന്നു. വരുന്നല്ലോ, സ്നേഹം എന്തെന്ന് അറിയത്തില്ലായിരുന്നു. ആമേൻ. വാഗ്ദത്തങ്ങളിൽ നമ്മൾ അന്യരായിരുന്നു. എന്നാൽ ഇതിന് വില മുടക്കിയ ഒരു കാര്യങ്ങൾ നമ്മൾ മറന്നുപോകരുത്. സ്വതന്ത്രം ഇതിനു വേണ്ടി വില മുടക്കി ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് സന്തോഷത്തോടെ അല്ലെങ്കിൽ ആമേൻ വീരന്മാരെ പോലെ ഇരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? പറയുന്നതോ അതിന്റെ അടിസ്ഥാനം കൂടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും ഒന്ന് പറയാം. ആമേൻ. തന്നെ മാത്രം സ്നേഹിച്ചിറങ്ങിയ കഴിഞ്ഞ 75 വർഷത്തെ സംസ്കാരവും ദേശ ആമേൻ സ്നേഹവും മാതൃപുത്ര സ്നേഹവും വിട്ട് തേജോമനായ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് 25 വർഷം കഴിഞ്ഞ് ദൈവത്തിന്റെ വാഗ്ദത്തത്താൽ ജനിച്ച സന്തതിയുമായി ഗോൽഗോത്ത മലയിലേക്ക് ആമേൻ കയറിപ്പോയി അവിടെ യാഗം നടത്തുന്ന അബ്രഹാമിനെ നമ്മൾ മറന്നുകളയരുത്. സ്വന്തം പ്രാണനെ, സ്വന്തം തലമുറയെ അവൻ യാതൊരു ആവലാതിയോ പരാതിയോ പരിഭവമോ ഇല്ലാതെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ശബ്ദത്തിന് മുൻപിൽ അവൻ ഇവൻ ഒന്നുമല്ലെന്ന് എണ്ണിക്കൊണ്ട് അതേറിയ വിശ്വാസത്തോടുകൂടെ അവൻ അർപ്പിച്ചതെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കുന്നു. എന്താ അവൻ വിശ്വസിച്ചെന്നറിയാമോ? അവനത് അർപ്പിക്കാൻ കാരണം, അവനത് നൽകാൻ കാരണം മറ്റൊന്നുകൊണ്ടുമല്ല. എന്താണെന്നറിയാമോ? ഇന്ന് നമ്മൾ വായിച്ചതുപോലെ നമ്മളിൽ വ്യാപരിച്ച അതേ ആത്മാവ് അബ്രഹാമിനും വ്യാപരിച്ചിരുന്നു. സ്വന്തം എന്നിട്ട് എഴുതിയിട്ടുണ്ട്, സ്വന്തം പുത്രനെ അർപ്പിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല, ആ ധ്യാനത്തിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്റെ മകൻ ഉയർത്തുവരുമെന്നുള്ള ആഴമായ വിശ്വാസം അവന്റെ അന്തരാത്മാവിൽ പരിശുദ്ധമായിട്ടോ അവിടെയാണ് താൻ തിരികെ പ്രാപിച്ചത്. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മളോട് തലത്തെ വിശ്വാസത്തിന്റെ ഒരു തലത്തെ കുറിച്ച് പഠിപ്പിക്കാൻ ഞാൻ വരുന്നത്. അത് ഇത് നമ്മൾ സ്വീകരിച്ചേ മതിയാകും. അന്ന് ആരും കേട്ടില്ല. ദൈവവും അബ്രഹാമും തമ്മിലുള്ള സംഭാഷണം ആരും ശ്രദ്ധിച്ചില്ല. ഒരു വ്യക്തിയും തിരിച്ചറിഞ്ഞില്ല. അബ്രഹാം തന്റെ പ്രാണനെ, തന്റെ മകനെ അവൻ ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ ദൈവം അവിടെ ഒരു വാഗ്ദത്തം ചെയ്തു. നീ എന്നെ ഭയപ്പെട്ട്, നീ എന്നെ സ്നേഹിച്ച് നിന്റെ മകനെ മരിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഒരു വാക്ക്. രണ്ടാമത്തെ വാഗ്ദത്തം ശ്രദ്ധിച്ചോ? നിന്നാൽ ഞാൻ സകല ജാതികളെ വിടുവിക്കും. സ്വതന്ത്രം ഈ മോറിയ മലയിൽ വെച്ച് പറഞ്ഞ വാഗ്ദത്തം ആരും കേട്ടില്ല. ഒരുപക്ഷെ സ്വർഗദൂതന്മാർ സാക്ഷ്യം കാണും. ആമേൻ. അബ്രഹാം അത് കേട്ടു. അവിടെ ഉണ്ടായ അനുഭവം ഒരുപക്ഷെ മോൻ അറിഞ്ഞു കാണും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാം മറന്നു. പക്ഷെ സ്വർഗം മറന്നില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുക, സർവശക്തന് വേണ്ടി എന്തെങ്കിലും വില മുടക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരാരും കണ്ടിട്ടില്ലെങ്കിലും സ്വർഗം അത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അല്പസമയം അവന് വേണ്ടി നീ ചിലവഴിക്കുന്നത് വെറുതെയല്ല. സ്വന്തം നിർബന്ധത്താൽ അവന്റെ ഭൂതി ചുമക്കുന്നത് വെറുതെയല്ല. അത് മറന്നു കളയാൻ അനീതിമാണ് അല്ല എന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി അവന്റെ സന്നിധിയിൽ നീ ഇന്ന് നിന്നെ അനുഭവിക്കുന്നെങ്കിൽ, അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂതി ചുമക്കുന്നെങ്കിൽ, വില കൊടുക്കുന്നെങ്കിൽ, ശരീരം കൊടുക്കുന്നെങ്കിൽ, ആത്മാവ് കൊടുക്കുന്നെങ്കിൽ വിഷയമായും അവൻ കുറിച്ചിടുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സ്വർഗ്ഗമയാണ്. മടങ്ങി വരിക. അവിടെ ഇതാരും ശ്രദ്ധിച്ചില്ല. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്നേഹിച്ച് അബ്രഹാം കൊടുത്തത് തന്റെ മകനെയാണെങ്കിൽ അബ്രഹാമിനോടുള്ള വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടി ദൈവം കൊടുത്തത് തന്റെ മകനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് സ്തോത്രം ചെയ്യുന്നത്. അത് മറന്നു പോകരുത്. ലേലിയ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഇറങ്ങിത്തിരിച്ച കഷ്ടാനുഭവങ്ങളിൽ ആമേൻ കർത്താവിന്റെ നാമത്തെ ഉയർത്തിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്നും പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ആ ഭാഗത്ത് ഇവിടെ രണ്ടാമത് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഈ ആത്മാവ് നമ്മുടെ ഒരു വലിയൊരു ഭാവി ഫലത്തെ ഉറപ്പാക്കി കാണിക്കുകയാണ്. പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു എങ്കിൽ. വസിക്കുന്നവർക്കായി സ്തോത്രം. നമ്മൾ പല വിഷയങ്ങളിലും ഇന്ന് നമ്മൾ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് നമ്മൾ പല വിഷയങ്ങൾ നോക്കിയാൽ ചിലതൊന്നും എന്ത് നടക്കുന്നില്ല, വിടുതലേ നടക്കുന്നില്ല. ചിലപ്പോൾ 50 വർഷമായി ഇരിക്കുന്നു. ഈ സഭയിൽ വന്നിട്ട് ഇന്ന് വരെ പല അത്ഭുതങ്ങൾ നടക്കുന്നു, വരി മാറുന്നു, ഇതൊക്കെ മാറുന്നെങ്കിലും ചിലരൊന്നും അതൊരു അത്ഭുതമായിട്ട് നീയല്ല. എന്ന് പറഞ്ഞാൽ പാതി രക്ഷിക്കപ്പെട്ട്
കാണുന്ന അത്ഭുതത്തെക്കാളും ഇദ്ദേഹം കാണുന്നത് വലിയ സ്റ്റേജുകളിൽ മുടമ്പൻ എഴുന്നേൽക്കുന്നുണ്ടെന്നാണ് നോക്കുന്നത്. മനസ്സിലായില്ല? സ്വതന്ത്രം നിങ്ങൾ എന്റെ കൂടെ വരുമോ? വരുന്നല്ലോ. നമ്മളെല്ലാം നോക്കുന്നതല്ല മുടമ്പൻ എഴുന്നേൽ. ഇന്നിവിടെ ആരെങ്കിലും മുടമ്പനുണ്ടോ? സ്വതന്ത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഗദർദേശത്തിലെ ഏതെങ്കിലും ഒരു ഭൂതഗ്രസ്തനെ വിളിച്ചിട്ടുണ്ടോ? പിന്നെന്തിനാ നിങ്ങൾ അവിടെ അന്വേഷിക്കുന്നത്? സന്തോഷമുള്ളവർക്കായി സ്തോത്രം. ആരുമില്ല. എന്നാൽ ഇവിടെ ഒരു മനസ്സ് തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ദൈവവചനത്തിന് മുന്നിൽ ധൈര്യപ്പെടുന്നത് അവന്റെ വലിയ അനുഭവമാണ്. കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കഴിയാതെ അവൻ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ആത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പറയുക, നിന്റെ പിതാവ് വിശ്വാസത്താൽ ജീവരക്ഷ പ്രാപിച്ചതുപോലെ നീ ഒന്ന് എഴുന്നേൽക്കാമെങ്കിൽ എനിക്ക് പ്രവർത്തിക്കുവാൻ ശക്തിയുണ്ടെന്നും അവൻ നിന്നെ നിലനിർത്തുവാൻ കഴിയുന്ന ദൈവമാണെന്നും വിശ്വസിക്കുന്ന ദൈവത്തിനായി എന്താ അബ്രഹാമിന്റെ വിശ്വാസം എന്താ? വിശ്വാസം എന്നതിന്റെ ഡെഫിനിഷൻ എന്താ? കാണാത്ത കാര്യങ്ങളെ എനിക്ക് ശക്തമായിട്ട് അറിയാം. നിങ്ങൾ ആ ഒരു ഒറ്റ വാക്യമേ പറയുമ്പോൾ മനസ്സിലായത്. നമ്മൾ ഈ വേദപുസ്തകത്തിലെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കാണാതെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പ്രയോജനമുള്ളതൊന്നും എന്ത് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള ചില ഭാഗങ്ങളുണ്ട്. 91 സങ്കീർത്തനം നമുക്ക് എന്തോ പറയാം, ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൻ നമ്മുടെ ആരാണ്? 23 സങ്കീർത്തനം വളരെ ഇഷ്ടമാണ്. എന്നാൽ 15 സങ്കീർത്തനം നീതില്ല. സന്തോഷമുള്ളവർക്കായി സ്വതം നീതിമാൻ കുടുങ്ങി പോകരുതെന്ന് കേട്ട് കഴിഞ്ഞ് ഇവിടെ തുറന്നവരുണ്ട്. എന്നാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് 15 അധ്യായത്തിൽ തരാം. സന്തോഷമുള്ളവർക്കായി അതുകൊണ്ടാണ് നീതിമാൻ കുടുങ്ങി പോകാത്തത്. മനസ്സിലായില്ല? സ്വതം 34 സങ്കീർത്തനം ഭയങ്കര ഇഷ്ടമാണ്. അവൻ എന്നാൽ 51 തൊട്ട് നോക്കത്തില്ല. കാരണം അവിടെ പശ്ചാത്തപിക്കുന്നതാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ള കാര്യം. യെശയ്യാവിന്റെ പുസ്തകം വായിക്കും കേട്ടോ. 40 മുതൽ 66 വരെ. അതിന്റെ പുറകോട്ട് എന്ത് ചെയ്തില്ല. അവിടെ എഴുതിയിട്ടുള്ള പിന്നെ എഴുത്തെറിയുന്നു. അതെന്ത് ചെയ്തില്ല. കത്തോലിക്കരുടെ പോലെ കുറുവാക്യം നോക്കുന്ന പെന്തക്കോസ്തുകാരുടെ പരിപാടി നിർത്തിയിട്ട് പുതിയ നിയമത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം. സന്തോഷമുള്ള സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഉപദേശത്തിന്റെ മഹത്വം എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് അവൻ വിളങ്ങുന്ന ശ്രേഷ്ഠന്മാരെയല്ല സഭയ്ക്ക് വേണ്ടത്. അവൻ തെറ്റിപ്പോയ മുടിയൻ പുത്രന്റെ അടുക്കിലേക്ക് കെട്ടിപ്പിടിക്കുന്ന പിതാക്കന്മാരെ വേണ്ടത്. പാവങ്ങളെ ക്ഷമിക്കുവാൻ എവിടെ വീണ് കിടക്കുന്നോ, എവിടെ നീ കിടക്കുന്നോ അവിടെ ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു സ്നേഹനിധിയായ ദൈവമെന്ന് കാണാതെ വിശ്വാസം എന്നതോ ആശിക്കുന്നവർക്കും കാണാത്ത കാര്യങ്ങളുടെ ഇതിന്റെ അകത്ത കാര്യം എന്ത് ചെയ്തിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. നമുക്ക് ആദ്യം വിശ്വാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എടുത്തോണ്ട് വരുന്ന പിതാവാണ് ആര്? അബ്രഹാം പിതാവ്. അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? ഒന്ന് വായിച്ചു 4-ാം അധ്യായം, റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിച്ചു. 2 കാര്യമുണ്ടോ? അത്രയും മതി. ബാക്കി വേറൊന്നും വീട്ടിൽ ചെന്നെടുത്ത് വായിക്കുക. പഠിച്ചല്ലോ. അബ്രഹാം ദൈവത്തെ കണ്ടപ്പോൾ ഏകവനായ ദൈവത്തെ കൽപ്പന പട്ടമായ ഊരിൽ വെച്ച് അവൻ കാണുന്നു. പഠിച്ചല്ലോ. 75-ാമത്തെ വയസ്സിൽ അവർ എന്ത് ചെയ്യുന്നത്? ഇറങ്ങിത്തിരിക്കുന്നു. ഞാൻ ചിന്തിക്കുക, അബ്രഹാമേ നീ എങ്ങനെയാ ഈ ദൈവശബ്ദം കേട്ടപ്പോൾ, നമ്മളൊക്കെ ദൈവശബ്ദം കേട്ടപ്പോൾ നമുക്ക് വായിച്ചറിയാൻ എന്തുകൊണ്ട്? പദമുണ്ട്. മനുഷ്യരെ ഉയർപ്പിച്ചെന്നും അല്ലെങ്കിൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടെന്നും അവൻ മോശം അവൻ ദൈവം അടയ്ക്കുന്നൊക്കെ നമുക്ക് കേൾക്കാനും അനുഭവിക്കാനും എന്തുകൊണ്ട്? എന്നാൽ ഈ അബ്രഹാമിന്റെ വല്ലതും ഉണ്ടായിരുന്നു. അവന്റെ വേറെ ചരിത്രങ്ങളും അവന്റെ ചരിത്രകാല പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരിച്ചവരെ ഉയർപ്പിച്ച് ഒരു വ്യക്തി പോലും ഉയർത്തെഴുന്നേറ്റത് വായിക്കാൻ അവൻ എന്തോ ഇല്ലായിരുന്നു. സ്തോത്രം പറഞ്ഞില്ല.
അവന്റെ കയ്യിൽ ഒരു ചരിത്രമില്ല. കാരണം പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത് ആരാ? മോശെ എഴുതിയത്. പിന്നെ അബ്രഹാം എങ്ങനെ ഇത് മനസ്സിലാക്കി? ഇവിടെയാണ് നമ്മൾ വായിച്ച വാക്യത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുന്നത്. അബ്രഹാം തന്റെ സ്വന്തം ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 75 വർഷം ഒരിക്കൽ അവൻ പഠിച്ച അവന്റെ മതഗ്രന്ഥങ്ങൾ മരണത്തിനപ്പുറമായി എന്തെന്ന് അവൻ അറിവ് കൊടുത്തില്ല. പക്ഷേ ഒരു രാത്രി കൊണ്ട് വെളിപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് അവന്റെ അന്തരംഗത്തിൽ പറയാൻ തുടങ്ങി, ഞാൻ മറ്റാരുമല്ല, മരണത്തിനപ്പുറം നിന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചതായിട്ടാണെങ്കിൽ ഇത് പറയാം. സ്വതന്ത്ര എന്റെ പൊന്നു ദൈവമക്കളെ, എനിക്ക് ഒരൊറ്റ പ്രൊജക്റ്റേ ഉള്ളൂ ദുബൈ വന്നതിൽ. പറയട്ടെ അതൊക്കെ സ്വതന്ത്രം. ഇവിടെ ഒരാൾ പറഞ്ഞു 10 വർഷം കൊണ്ട് 15 വീട് മാറിയതല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ ഇഷ്ടം പോകുന്നുണ്ട്. എന്നാൽ എനിക്ക് ഒരൊറ്റ പ്രൊജക്റ്റേ ഉള്ളൂ, ദൈവ വചനം നമ്മൾ പ്രസംഗിക്കപ്പെടണം. ആരുടെയും കാലും കൈ പിടിച്ച് ഇവിടെ വന്നതല്ല. ഞാൻ സ്വന്തം പൈസ മുടക്കി ഇവിടെ ഇറങ്ങിയതാണ്. എന്തിനറിയും? ദൈവവചനം പ്രസംഗിക്കണം. അതിനു വേണ്ടി തന്നെ ദൈവം ഈ 16 വർഷമായിട്ട് എന്നെ നിർത്തി. ഇനി എവിടെല്ലാം പോവാനിരിക്കുന്നു. ഒന്നും പിന്നിലില്ല. എന്നാൽ ഒന്നും നിങ്ങൾ ഈ പറഞ്ഞിട്ട് തരികയും വേണ്ട. എന്റെ നാവിന്ന് കേട്ടിട്ട് ഒരുത്തൻ പോലും 5 പൈസ തന്നേക്കരുത്. അതേസമയം സ്വർഗത്തിലെ ദൈവം ആത്മാവിൽ ഇടപെടുന്നെങ്കിൽ മാത്രം തമ്പുരാൻ കൊടുക്കുക, സഭയ്ക്ക് കൊടുക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ഭാഗത്തിലേക്ക് പറ്റാല്ലെങ്കിൽ ഇന്ന് നിൽക്കാൻ പറ്റത്തില്ല. സമയത്തിന് വളരെ വിലയുണ്ട്. അബ്രഹാമിന്റെ വിശ്വാസം നോക്കിയേ. ദൈവം എന്റെ ദൈവം ആരാ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഇവനെ ഏതെങ്കിലും ഒരു ചരിത്രം വായിച്ച് അവൻ മനസ്സിലാക്കിയതല്ല. പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് അബ്രഹാമിനും വ്യാപരിച്ചിരുന്നു. വേറൊന്നും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നോക്ക്, എബ്രായ ലേഖനം 11-ാം അധ്യായം എടുത്താണ്ട് വായിക്കുക. 11-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കേ. അടുത്തത് ആരംഭിച്ചു. വാക്യത്തോളം കരം ഉയർത്തിയാണ്. ആത്മാവിനാലല്ലേ കിട്ടിയത്? നിങ്ങളിൽ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, അടുത്തത് വായിച്ചാണ്. കണ്ടോ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് വായിച്ചത്. ഉയർപ്പിപ്പാൻ ദൈവം ആരാ? ഇതേത് ആത്മാവിനല്ല പറഞ്ഞേ? ഈ വ്യാപരിച്ച ആത്മാവല്ലേ? ഈ പുത്രൻ വ്യാപരിച്ച ആത്മാവല്ലേ? സ്വതന്ത്രം. ഇവിടെയാണ് നമ്മൾ റോമാലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ വേറൊരു സംഭവത്തോടുള്ള ബന്ധത്തിലാണ് അബ്രഹാം എന്ത് ചെയ്യുന്നത്? അവിടെ എഴുതിയിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച്. കാരണം താൻ ഏകദേശം എത്ര വയസ്സുള്ളവനായി? 100 വയസ്സുള്ളവനായിട്ട് തന്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവസ്ഥ അവൻ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ എന്തിയില്ല. ഇവിടെയാ നമ്മൾ ഇതിന്റെ കാര്യം മനസ്സിലാക്കുന്നത്. എങ്ങനെ അബ്രഹാം നോക്കിയേ, തന്റെ ഈ ലോകത്തിലെ ഒരു ടെക്നോളജിക്കും ഒരു വൈദ്യശാസ്ത്രത്തിനും തന്നിൽ ഈ ഒരു തലമുറ ഉണ്ടാകത്തില്ല എന്ന് ഇന്നത്തെ കാലത്ത് അബ്രഹാം ജീവിച്ചിരുന്നെങ്കിൽ ഒരു ടെക്നോളജിക്കും തന്നിൽ ഇനി ഒരു തലമുറ ഉണ്ടാക്കാൻ കഴിയാത്തൊരു പരിസ്ഥിതി. സ്വന്തം പ്രായം കൊണ്ട് ഇനി ഒരു തലമുറയെ ഉത്പാദിപ്പിക്കുവാൻ ജീവിപ്പിക്കുവാൻ കഴിവില്ലാത്തവൻ. പക്ഷേ അവൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞു. എങ്ങനെ? എന്താ തിരിച്ചറിഞ്ഞെന്നറിയാമോ? എന്റെ ദൈവം മറ്റാരുമല്ല, അവൻ മരിച്ചവനെ എന്ത് ചെയ്യുന്നവനാണ്? ഉയർപ്പിക്കുന്നവൻ. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ വിശ്വാസം ഇതായിരുന്നു. അവൻ ഞാൻ ഒരിക്കൽ മരിക്കും, അവൻ മരിച്ച മണ്ണോട് ചേരും, വെറും ശൂന്യമാകും, ആത്മാവ് ദൈവത്തിലേക്ക് പോകും. വായിച്ചിട്ടില്ലല്ലേ? സഭാപതിക്ക് സത്യമായി വായിക്കുന്നു. അവൻ മനുഷ്യൻ മണ്ണോട് ചേരും, ആത്മാവ് അവൻ നൽകിയ ദൈവത്തിലേക്ക് പോകും. ശൂന്യമല്ലേ? അബ്രഹാം ഇവിടെ കണ്ട അന്നേരം നടക്കുന്ന ഒരു ശിശു ഉണ്ടാകുന്നതല്ല അവൻ വിശ്വാസത്താൽ കണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഇവിടെ ഉണ്ടാകുന്ന ഒരു അത്ഭുതമല്ല അവൻ കണ്ടത്, മറിച്ച്
ഞാൻ ഇല്ലാതിരിക്കുമ്പോൾ, ഞാൻ ശൂന്യമായിരിക്കുമ്പോൾ, ഞാൻ വെറും മണ്ണായിരിക്കുമ്പോൾ, ഇപ്പോഴെങ്കിൽ വ്യാപരിക്കുന്ന ആത്മാവ് അമ്മനെ ഉയർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്നത്തെ ജീവനുള്ള ശരീരത്തിൽ എത്രയധികം ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്വന്തം ചെയ്യുക. പലരും എന്തെന്നില്ലെന്നറിയാമോ? പ്രത്യാശയില്ല. സ്വതം ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് എന്ത് ചെയ്യണം, അത് കാണണം, ഇതുണ്ടാകണം, മറ്റൊന്നുണ്ടാകണം, മറിച്ചുണ്ടാകണം, പ്രവചനമുണ്ടാകണം, വെളിപ്പാടുണ്ടാകണം. പക്ഷേ പ്രത്യാശയുടെ കാര്യം വരുമ്പോൾ എന്ന് വാവിളിക്കുന്ന ഒരു കൂട്ടം ജനത്തോട് പരിശുദ്ധാത്മ പറയുക, ഇപ്പോഴേ കേട്ടോ, നിന്നെ ഇനി ഉയർപ്പിക്കാൻ പ്രത്യേക ഒരു ആത്മാവിനെ അയക്കേണ്ടിയില്ല, ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എത്ര പേർ തിരിച്ചറിയുന്നു? അബ്രഹാം കണ്ടതിലാണ്, അവന്റെ വിശ്വാസത്തിന്റെ ശക്തി ഇതായിരുന്നു. അവനിൽ വ്യാപരിച്ച ദൈവം കേവലം ആരാധന സ്വീകരിക്കുക മാത്രമല്ല, കേവലം നീതിബോധം വരുത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഒരിക്കൽ മരിക്കും. ഇതാ അബ്രഹാമിനെ, അവൻ പൗലോസിനെ അനേക കഷ്ടങ്ങളിൽ നിന്ന് അവനെ ഉദ്ധരിക്കുവാൻ അവൻ ഇടയാക്കിയ ഒരു ദൈവശക്തിയിലായിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഭക്തനെ കാണുകയാണ്. ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ കിടക്കുന്ന അപ്പോസ്തലനായ പൗലോസും ശീലാസും എത്ര ഈസിയായിട്ട് ആ കാരാഗ്രഹത്തെയൊക്കെ കുലുക്കി അവന്റെ ശരീരത്തിലുള്ള ചങ്ങലകളൊക്കെ അടിച്ചത് എന്താണെന്നറിയാമോ? അവൻ പറയുന്ന ഒരു ആഗ്രഹം കണ്ടോ, ഇനി ഏത് വിധമെങ്കിലും, ബാക്കിയൊന്നുമില്ലെന്ന്, ഇനി ഏത് വിധമെങ്കിലും ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണമെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞെന്ന് ശ്രദ്ധിക്കുന്നവർക്കായി തോന്നുന്നു. അവൻ കാരാഗ്രഹത്തിൽ നീ അടയ്ക്കപ്പെട്ടാലും, ഏത് ഗുഹകളിൽ നിന്നെ കൊണ്ട് പാർപ്പിച്ചാലും, നിന്നെ അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന് തോന്നല്ലേ? ദൈവം വ്യാപരിക്കട്ടെ. കുറച്ചു മുമ്പേ ആരാധിച്ച അതേ ആത്മാവായി ഇപ്പോൾ വ്യാപരിക്കുന്നത്. നിന്നെ ഇവിടെ അടക്കിക്കളയാനല്ല, ഇവിടെ നിന്നെ ഒതുക്കിക്കളയാനല്ല, അവൻ ഇപ്പോഴേ അത് വ്യാപരിക്കുക. ഉയർത്തുന്ന ശക്തിയാണ് ദൈവത്തിന് തോന്നല്ലേ? ഈ തത്വം മനസ്സിലാക്കിയിട്ട് പൗലോസ് പറഞ്ഞത്, ഇട ഒരു വിത്ത് വിതയ്ക്കും, അത് വല്ല ഗോതമ്പിന്റെയോ മറ്റു വല്ല വിത്തുകളായിരിക്കും, പക്ഷെ അത് നിലത്ത് വീഴും. സ്വതം അത് ചീഞ്ഞഴിയും, അതിന്റെ പുറത്തോട് തകർക്കപ്പെടും, അതിന്റെ മാംസം ചീഞ്ഞഴിയും. പക്ഷെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന്റെ അകത്ത് നന്ദിയെന്നറിയ ഒരു വീണ്ടും വളർന്നു വരും. അതെ, അതിന്റെ ഇലകൾ പിടിക്കും. അത് സാധാരണ വിത്തുപോലെ വാങ്ങിയതല്ല, അത് ജീവൻ കൊടുക്കുന്നതും ജീവൻ പ്രാപിക്കുന്നതുമാണ്. സ്വതം ഇന്ന് പറയാൻ എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ദൈവത്തിനെ. ഇനി ഇതിന്റെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. എന്താ എബ്രാഹിം നമ്മൾ 11 അധ്യായം പഠിച്ചാൽ അവിടെ കാണും, അവർ വിശ്വാസത്താൽ ദൈവയുടെ ബലം കെടുത്തി. എന്ത് പറഞ്ഞ അർത്ഥം? 7 മടങ്ങ് തീ കൂട്ടിയിരിക്കുന്ന സന്ദർഭത്തിൽ അവൻ ഒരു ഭയവും കൂടാതെ രാജാവിനോട് അവർ പറയുന്നത് കേട്ടോ, രാജാവേ, ഞങ്ങളുടെ ദൈവം സാധാരണ ദൈവമല്ല, സ്വന്തം ശവക്കുഴി വരെ ഉള്ളവനല്ലെന്ന്, ഞങ്ങളുടെ ദൈവം ഭാരമാകുന്നതിന്റെ പുറത്തിരിക്കുന്ന ദൈവമാണ്. എന്നിട്ട് പറയുന്നത് കേട്ടോ, നിന്റെ അവൻ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അടുത്തതാണ് നമുക്ക് ശ്രേഷ്ഠം. അഥവാ വിടുവിച്ചില്ലെങ്കിൽ എന്തില്ല, നിന്റെ വിഗ്രഹത്തെ ഞങ്ങൾ എന്തിയത്തില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി അവൻ ലോകത്തിൽ ജീവിക്കുന്ന അവൻ ചില വ്യക്തികളോട് പരിശുദ്ധമ പറയുക, പ്രതിസന്ധി ഘട്ടത്തിൽ അവന് വേണ്ടി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ദൈവം എന്ത് ചേട്ടാ വിടുവിക്കും. അഥവാ വിടുവിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു വിഷയമില്ല. കാരണം അറിയാമോ, ഇവിടെ ഒരു പക്ഷേ ഭാരമാകുന്നത് കവേന്ദ്രബോവിന്റെ വ്യക്തിത്വമല്ല, ആത്മാവല്ല, പിന്നെയോ വെറും കേവലം മണ്ണായ ശരീരം ഒരു വ്യക്തിയുടെ ഭാരമായെന്ന് വരാം. എന്നാൽ ഒരു നാൾ കാഹളം തെളിച്ചോ അന്ന് ഞങ്ങൾ ധൈര്യമുള്ളവർ ദൈവത്തിന് സ്വന്തം അവൻ അതുകൊണ്ട് വിശ്വാസത്തെ തീവ്ര ബലം എടുത്തിയെന്ന് പറഞ്ഞ് മറ്റൊന്നുമല്ല, ഇവിടുത്തെ താൽക്കാലികതകളെ അവർ മറക്കുവാൻ ഇടയായി അവൻ വ്യാപരിച്ച ശക്തിയായിരുന്നു. അവരനുഭവിച്ചതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനെക്കുറിച്ച് കൊല്ലലേഖനം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ മോശ
തേജസ് ധരിച്ചപ്പോ കൂടെ എന്ത് ചെയ്തു? അവനേക്കാളും തേജസ്സാണ് നമ്മൾ ധരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരെക്കാളും കൂടുതൽ അത്ഭുതങ്ങൾ കാണുന്നത് നമ്മളല്ലേ? സ്വതന്ത്രം. അവര് പറഞ്ഞത് വിശ്വാസത്താൽ തീയുടെ വില കെടുത്തി, വിശ്വാസത്താൽ തിന്മയുടെ വായടച്ചു. മറ്റൊന്നുകൊണ്ടുമല്ല, അവരുടെ അകത്തൊയാവിന്റെ ദൈവാത്മാവിനുള്ള പ്രത്യാശ. ഇത് തന്നെയാ പൗലോസ് പറയുന്നത്. അവൻ ദ്രവത്വം ആയത് അദ്രവത്വം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. വ്യാപരിക്കുന്നവൻ ദൈവത്തിന് സ്വന്തം ചെയ്തേ. ഇപ്പോഴേ അത് വ്യാപരിക്കുന്നുണ്ടെന്ന്. അവൻ കേവലം പാപത്തെ മാത്രമല്ല മായ്ക്കപ്പെടുന്നത്, നിന്നിൽ നിന്ന് എടുത്തു കളയാൻ കഴിയാത്തത്, ആർക്കും നീക്കിക്കളയാൻ കഴിയാത്ത ഒരു അമൂല്യ സ്ഥാപനമുണ്ടല്ലോ. അവൻ നിന്റെ ഉള്ളറകളിൽ അവൻ ഭാഗിയിട്ടുണ്ട്. അതിനെ പൗലോസ് പറയാ, ഞങ്ങളുടെ ഭൗമം കൂടാരം ഏതോ ഒഴിഞ്ഞു പോകും, എന്നാൽ അടിയാത്ത നിത്യമായ ഒരു കൂടാരം അതിന് മീതെ ധരിച്ചിരിക്കുന്നതായി പോകും. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മാവിന്റെ പ്രവൃത്തികൾക്കായി ജീവിക്കുന്നവർക്കായി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രകൃതി തത്വം ഞാൻ പറഞ്ഞില്ലേ? ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ചത്തുമെങ്കിലോ ആമേൻ അത് ഫലം കായ്ക്കും. ആമേൻ പുറത്തോട് തകർക്കപ്പെടണം, മാംസം ചീഞ്ഞരിയണം. അപ്പോൾ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് അനേകർക്ക് ഫലം കൊടുക്കുന്ന ഒരു ആയുധമാണ്. എത്ര പേർക്ക് രാത്രി തൽക്കാലം വിശ്വാസമുണ്ട്? ഇവിടെ മടങ്ങി വരാം, വായിച്ച വചനത്തിലേക്ക് വരാം. മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എത്ര പേർക്ക് അപ്രത്യാശയുണ്ട്? ഒരുപക്ഷെ നിന്നെ ഏത് പ്രതിസന്ധിയിലൂടെ കടത്തിവിടാം. ഞാൻ എന്റെ ദൈവത്തെ ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. എനിക്കൊരു മോനുണ്ട്, മോനുമുണ്ട് മോളുമുണ്ട്. മോൻ 11ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എന്നേക്കാൾ ഒരുപക്ഷെ നന്നായി 2 വീലറൊക്കെ യൂസ് ചെയ്യാൻ അവന് ബുദ്ധിയും സാമർഥ്യവും ആരോഗ്യവും ഉണ്ടെന്ന് വരാം. പക്ഷെ എന്നേക്കാൾ നല്ല എക്സ്പീരിയൻസ് ചിലപ്പോൾ അവനെ പറഞ്ഞെന്ന് വരാം. പക്ഷെ ഇറങ്ങി പോകുമ്പോ അപ്പം പറയുന്നൊരു വാക്കുണ്ട്, എന്താ സൂക്ഷിച്ചേ എന്ന് പറഞ്ഞാൽ അപ്പനായിരിക്കുന്നവൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്റെ മോൻ അപകടത്തിൽ നിൽക്കണമെന്ന്. ഈ ബോധ്യമുള്ളവരെന്ന് കരം ചേർത്തു. എടാ, മാനസിക പിതാവായി എനിക്ക് അത്ര ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ എൻ സ്വർഗസ്നായ പിതാവിന് എത്ര അധികം. ആ പിതാവിനെ അനുഭവിക്കുന്ന ദൈവം നിന്നെ അപകടത്തിൽ നിർത്തിയേറ്റ് മാറിപ്പോകുന്നവനല്ല എന്റെ ദൈവം. വിശ്വസിക്കുന്നവർക്കായി നിന്റെ ഒരു രോഗശൈലിയിൽ അവൻ മാറിക്കുന്നവനല്ലെന്ന് അവൻ എനിക്ക് സമയം തീർന്നു പോയി. ഒരു മിനിറ്റിൽ കൂടെ ഞാൻ എടുക്കാൻ അവൻ നിങ്ങളോട് ക്ഷമയോട് ഞാൻ ചോദിക്കുകയാണ്. എത്രയോ പേര് പത്രോസിന്റെ ഗ്രഹത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുന്നു. യേശു അവൻ ആലയത്തിൽ ശുശ്രൂഷ ഇങ്ങോട്ട് വന്ന് നേരെ എവിടെ വന്നേ? പത്രോസിന്റെ വീട്ടിലാണ്. അവന്റെ ശിഷ്യഗണങ്ങൾ, അവനോടുകൂടെ ശുശ്രൂഷിക്കുന്ന സ്ത്രീകൾ, മറ്റുള്ളവരും അവന്റെ കൂടെ നിൽക്കുമ്പോഴും അകത്തൊരുത്തിനാണ്ട് പനി പിടിച്ചു കിടക്കുക. കർത്താവ് വേണമെങ്കിൽ വിചാരിക്കാറുണ്ടല്ലേ, അവളോട് 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുക്കുമ്പോൾ കാരണം ഇത്രയും പേര് ശുശ്രൂഷിക്കാനുണ്ടല്ലോ. പക്ഷെ കർത്താവിന്റെ ആ ആത്മാവിനെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞേ. പ്രൈസലോ, എത്ര ആരോഗ്യമുള്ളവർ അവിടെ ഉണ്ടെന്നുള്ളതല്ല. പ്രൈസലോ, സ്വതന്ത്രം അവര് സന്തോഷിക്കുന്നത് പോലെ തന്നെ ആ വീട്ടിലുള്ളവരെ മുഴുവൻ സന്തോഷിക്കണം. ആരവിടെ ആരോഗ്യമുണ്ട് അവൻ പ്രത്യേകം. ഇതല്ല ദൈവത്തിന്റെ വിഷയം. ഇന്ന് കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അവൻ ഒരു കുഞ്ഞു പോലും ബലഹീനപ്പെട്ടു പോലും അവൻ അനുവദിക്കത്തില്ല. അവൻ കാരണം കയറി വന്നവനല്ല, അവനെ തിരഞ്ഞു വന്നവനാണ്. ഒരു ദൂതുമുള്ള ദൈവാത്മാവിൽ ഓർപ്പിക്കാം. ആ സ്ത്രീയെ വേണമെങ്കിൽ അവൻ ഇട്ടേച്ചു പോകണം. അല്ല, അവിടെ പ്രത്യേകം വായിക്കുന്നു, യേശു അവളുടെ ജ്വരത്തെ എന്ത് ചെയ്തു? ശാസിച്ചു. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ? അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. ഇന്ന് രാത്രി ഇന്ന് പരിശുദ്ധ വ്യക്തമായി പറയുക, എത്ര ബലഹീനത അവളുണ്ടോ, ബലവാന്മാർ അവളുണ്ടോ എന്നല്ല. യേശുവിന് ഒരാഗ്രഹമുണ്ട്, നീ എഴുന്നേറ്റ് എന്നെ ശുശ്രൂഷിക്കണം. എന്നെ പരിശുദ്ധ നിന്റെ ഏത് വിഷമഘട്ടത്തിലും അവൻ നിന്നെ ഇട്ടേച്ചു പോകത്തില്ല. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ വിശ്വാസം, നമ്മൾ വിശ്വാസത്തെ മനസ്സിലാക്കുക. അന്ന് ദേവസ്ഥമായി നമ്മുടെ പിതാക്കന്മാരൊക്കെ എത്രയോ പേര് മരിച്ചുപോയി. ഈ പ്രസംഗങ്ങൾ പറയുമ്പോൾ പത്രോസും അവരൊക്കെ പ്രസംഗം പറയുമ്പോൾ പറയുന്നുണ്ട് അവരുടെ കല്ലറകളൊക്കെ ഇപ്പോഴും. എന്നാൽ
ഇവൻ ദ്രവത്വം കണ്ടില്ല. ആ അതേ ആത്മാവാണ് നമ്മൾ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിഷയങ്ങളെ അല്ല വലുതായി കാണുന്നത്, നമ്മൾ വ്യാപരിക്കുന്ന ദൈവാത്മാവ്. ആ ദൈവാത്മാവ് ഇപ്പോഴേ നമ്മൾ വ്യാപരിച്ചു. എന്നിട്ട് നമ്മളോട് പറയുക, നാം ദൈവത്തിന്റെ മക്കളെന്ന് ദൈവാത്മാവ് പറയുന്നു. മാത്രമല്ല പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ എന്റെ പ്രശ്നം വ്യർത്ഥമാണ്. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റു 500 പേർക്ക്, കേൾപ്പാവിന്, അവൻ യോഹന്നാൻ യാക്കോബിന്, അവൻ അവസാനം എനിക്ക് അവൻ പ്രത്യക്ഷനായി. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ജീവിക്കുന്ന വിശ്വാസമുള്ളത് അതിന്റെ പ്രതിസന്ധിയല്ല നീ കാണുന്നത്. അവൻ ലോട്ടറി പരിപാടിയല്ല ദൈവം ചെയ്യുന്നത്. കർത്തയുടെ നടുവിലും തിരഞ്ഞു വരുന്ന ദൈവങ്ങളെ നമ്മുടെ പ്രത്യാശ പുതുക്കാം. പർവ്വത സമമായ ഏത് വിഷയങ്ങൾ വന്നാലും അതിന്റെ നടുവിൽ നിനക്കൊരു ഉറപ്പും ധൈര്യം ഉണ്ടാകണം. ഇവിടെ ഒരു പക്ഷേ ഞാൻ ക്ഷീണിക്കപ്പെടാം, മാനസികഭാരം അനുഭവിക്കാം, പക്ഷെ കർത്താവിന്റെ ശക്തി എന്നെ വ്യാപരിക്കുന്നുണ്ട്. അതെന്നെ തളർത്തുകയില്ല. ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വം പ്രാപിക്കുന്ന ദൈവശക്തിയോടെ ആഴമായ കാഴ്ചപ്പാടിലൂടെ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ആകയാൽ കർത്താവിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ അവസരം നിന്ന കർത്തൃദാസന്മാർക്ക്, ഈ സഭയ്ക്ക്